നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ MPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കയർ. നമ്മുടെ MPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾ അത് ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. പല വേരിയസ് കാര്യങ്ങളായിരിക്കും ഒരാൾ ഒരു പർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതിന് ഉണ്ടാവുക. അതൊരു എക്സ്പേർട്ടിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. എൻ്റെ അടുത്തേക്കാണെങ്കിലും NPD എന്നൊക്കെ പറഞ്ഞു വരുന്ന പല കാര്യങ്ങൾക്കും ഡിഫറെൻറ്റ് റീസൺസ് ആണ്. അത് NPD ആകണം നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയഗ്നോസിസിൽ വളരെയേറെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ലൈവുകൾ മാറ്റി വെച്ചിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് നിങ്ങളിലേക്ക് ലേറ്റായിട്ട് എത്തി, ചില ഒരു വീക്കിൽ ഇല്ലായിരുന്നു. അതിന് റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് തരിക ലൈവിലും അതുപോലെ വീഡിയോസിലും. കാരണം നമ്മുടെ സ്റ്റുഡിയോ പോലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റേതായ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഇനി മുതൽ നമ്മളൊരു പുതിയ ഒരു രീതിയിലായിരിക്കും ലൈവൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക് എന്ന് പറയുന്നത് ഒരു നാർസിസിസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഡോർ ഇൻ ദ ഫേസ് എന്ന് പറയുന്നത് സാധാരണ ഈ സെയിൽസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു കടയിൽ ചെല്ലുമ്പോൾ തന്നെ അവർ വില കൂട്ടി പറയുമ്പോൾ നമ്മൾ റീസണബിൾ അല്ലാത്തൊരു പ്രൈസ് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിന്ന് പതുക്കെ റീസണബിൾ അല്ലാത്ത പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ വേണ്ട, അയ്യോ ഭയങ്കര വില എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും ഒരു ശകലം നേരം നമ്മളിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ അയാൾ തിരിച്ചു വിളിക്കും. അതെ, ഒരു കാര്യം ഞാൻ അതിനകത്ത് പിന്നെ നോക്കിയപ്പോൾ ഡിസ്കൗണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് എനിക്ക് ഇങ്ങനെ തരാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ആണോ എന്നാൽ പിന്നെ ഒന്ന് നോക്കിയാലോ എന്നുള്ള രീതിയിലേക്ക് വരുന്നതാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്. സാധാരണ സെയിൽസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ളവർ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് വലിയൊരു ഹൈ ഡിമാൻഡ് വയ്ക്കും. നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മൾക്ക് പറ്റാത്ത റീസണബിൾ അല്ലാത്തൊരു റിക്വസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കല്യാണമൊക്കെ നടക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ വന്നിട്ട് നമ്മളോട് പറയുന്നത് നാട്ടുനടപ്പ് അനുസരിച്ചും പിന്നെ എനിക്കാണ് ഡൗറിയിലൊന്നും ഒരു വ്യത്യാസവും, എനിക്ക് 5 പൈസ പോലും വേണ്ട. പക്ഷേ ഉണ്ടല്ലോ ഈ എൻ്റെ പേരൻസ് ഒക്കെ പഴയതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോഴത്തേനും അവരുദ്ദേശിക്കുന്നത് ഒരു 100 പവനും ഒരു കാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ അയ്യോ എങ്കിൽ പിന്നെ ഈ കല്യാണത്തിനപ്പോൾ നമുക്ക് നോക്കിയില്ലെങ്കിൽ ഒന്നാമതേ ഡൗറി കൊടുക്കുന്നത് ഇഷ്ടമില്ല. അതിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞതല്ല, ഞാനിങ്ങനെ അങ്ങ് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും നമ്മളോട് അങ്ങനെ അതിനകത്ത് അവർക്ക് താല്പര്യമില്ല, ഓക്കെ എനിക്ക് അങ്ങനത്തെ ഡിമാൻഡുകളൊന്നും ഇവർക്കില്ല എന്നുള്ള രീതിയിലിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ പുള്ളി പറയും, അതെ നമുക്ക് കുറച്ചെങ്കിലുമായിട്ടൊരു നീ ഒരു ഇടുമ്പോൾ ഒരു 10-25 പവൻ കാണുമല്ലോ അല്ലേ, 10-25 പവൻ കാണും. പിന്നെ എന്തായാലും നിനക്ക് ജോലിയുണ്ട്, പിന്നെ നമുക്കൊരു കാറ് കല്യാണത്തിന് മുമ്പ് അങ്ങ് ബുക്ക് ചെയ്താലോ നമുക്ക്, എന്നിട്ട് നമുക്കിങ്ങനെ പറയാം എന്നിങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കും. അപ്പോൾ ആദ്യം വെച്ച 100 പവനും അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നുമൊക്കെ കുറഞ്ഞ ഒരു ഡിമാൻഡിലേക്ക് വരുമ്പോൾ നമുക്കും കംപ്ലൈ ചെയ്യാൻ തോന്നും. അപ്പോൾ പെർസ്വേഡ് ചെയ്തുകൊണ്ട് നമ്മളെ അവരുടെ കാര്യത്തിലേക്ക് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പല ടെക്നിക്കുകളും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ്, നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, നീ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ ചോദിക്കണം, ഒരു 10 ലക്ഷം ചോദിക്കണം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ 10 ലക്ഷം, അയ്യോ 10 ലക്ഷം ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചോദിക്കത്തുള്ളൂ, അയ്യോ എൻ്റെ ദൈവമേ 10 ലക്ഷം എന്നിങ്ങനെ പറയും. അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത്, അതെ ഞാൻ പിന്നെ ആലോചിച്ചു, ശരിയാ 10 വേണ്ട, നിനക്കൊരു 5 ചോദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 3 ചോദിക്കാൻ പറ്റുമോ, അങ്ങനെ അപ്പോൾ ഇത് കുറഞ്ഞു കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നമുക്കിങ്ങനെ അത് നമ്മുടെ വിചാരം എന്നാ. ഇതിനകത്ത് വരുന്ന ഒരു ടെക്നിക്സ് സൈക്കോളജിക്കലി വാട്ട് ഹാപ്പൻസ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും ഒരാളൊരു റിക്വസ്റ്റ് ചെയ്താൽ അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ ചമ്മലാണ്, അയ്യോ അത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റാണ്. ഒരാളൊരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്ലൈജ് ടു കീപ് ദാറ്റ്, അയാൾ ചോദിക്കുന്ന അതിലേക്ക് നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നൊരു ഫീലിംഗ് ആണ് നമുക്ക്. അതല്ലെങ്കിൽ നമ്മൾ മോശപ്പെട്ടവരാണെന്നോ നമ്മൾ കുറഞ്ഞവരാണെന്നോ ഉള്ള ഒരു ഫീല് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പം തന്നെ നമുക്ക് ഇയാൾക്ക് എങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ തോന്നി, ഇത്രയൊക്കെ പൈസ ഞാൻ എവിടെ നിന്നുണ്ടാക്കി, ഈ ഒരു രീതിയിലുള്ള ചിന്തയായിരിക്കും. എന്നാലും അങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്താണ് ഇയാൾ കുറച്ച് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്നാ പറയാ, അയാൾ നെഗോഷിയേറ്റ് ചെയ്തു കണ്ടോ, അയാൾ കുറച്ച് കോംപ്രമൈസ് ചെയ്തു കണ്ടോ, അയാൾ കുറച്ച് കുറഞ്ഞു വന്നു. ബട്ട് ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അയാൾ കുറഞ്ഞു വന്നൊന്നും അല്ല, അയാൾക്ക് വേണ്ട പൈസ അത്രയുമാണ് ഏകദേശം. അതിനയാൾ കൂട്ടി പറഞ്ഞിട്ട്
ആള് താഴേക്ക് വരുന്നതാണ്. അപ്പൊ അതിനകത്ത് അയാൾ കോംപ്രമൈസ് ചെയ്യുന്നൊന്നുമില്ല, നമ്മളാണ് പൈസ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ചിന്തയിലേക്ക് പോകുന്നത് കണ്ടു അയാൾ കോംപ്രമൈസ് ചെയ്തു എന്നുള്ള ഫീല് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഓ അയാൾ കോംപ്രമൈസ് ചെയ്തു, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള രീതിയിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഗിൽട്ട് ആവും. അല്ലെങ്കിൽ നമ്മൾ പറയും, ഷോ ഇയാൾ ഇത്രയും കഷ്ടപ്പെടുന്നു, നമ്മളോട് 10 ചോദിച്ചിട്ട് പിന്നെ അത് 4ലേക്കോ 5ലേക്കോ ഒക്കെ വരുമ്പോഴത്തേനും കണ്ടു അയാൾ അത്രയും കോംപ്രമൈസ്, ഇനി ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളൊരു ഗിൽട്ട് ഫീലിംഗ്. അല്ലെങ്കിൽ നമ്മളൊരു സെൽഫിഷ് ആയിട്ട് മാറുമോ, സെൽഫ് സെന്റേർഡ് ആയിട്ട് മാറും. നമ്മളൊക്കെ അങ്ങനെയല്ലേ, ഒരാൾ സഹായം ചോദിച്ചാൽ നമ്മൾ സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ടീച്ചിങ്ങും അങ്ങനത്തെ ഒരു ഫീലും ഒക്കെയാണ് നമുക്കുള്ളത്. നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പൊ നമ്മുടെ തലയ്ക്കകത്തൊരു ഗിൽട്ട് ഫോം ചെയ്യും, അങ്ങനെ സഹായിച്ചില്ലേ. അപ്പൊ നമ്മൾ ഓർക്കും വീട്ടിൽ പറഞ്ഞാൽ അത്രയും കിട്ടത്തില്ല, ഞാനിനി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ എന്നാ അത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ ആ ഒരു ഫീല്, ഞാൻ സഹായിച്ചു അല്ലെങ്കിൽ ആ റിക്വസ്റ്റിനോട് ഞാൻ കംപ്ലൈ ചെയ്തു എന്നുള്ള ഫീല് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ അതിന് സമ്മതിച്ചു കൊടുക്കും. ഇതിന്റെ റീസൺസ് പറയുന്ന ഇതാണ്, അവർക്ക് തന്നെ അറിയാം ഞാൻ ഹൈ ഒരു ഡിമാൻഡ് ഇടുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് അത് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് വരും. എന്നിട്ട് അതൊന്ന് സബ്സൈഡ്, എന്നാലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമുക്കൊരു നിവൃത്തിയുണ്ടോ, കൊടുക്കാൻ പറ്റാഞ്ഞിട്ടില്ല, ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നിട്ട് കുറച്ചിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അത് പതുക്കെ ഒന്ന് ഇതാകുമ്പോഴത്തേനും അവർ ഈ ചെറുതിടുമ്പോഴത്തേനും നമുക്കത് കംപ്ലൈ ചെയ്യാനുള്ള ഒരു ഫീൽ കൂടുതലായിട്ട് വരും. ഞാൻ സൈക്കോളജിക്കൽ റീസൺസ് അതിൻ്റെയൊക്കെ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ എങ്ങനെ ലേൺ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് അവർ എനിക്ക് എന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന കാര്യങ്ങളും, ഞാനൊരു വീക്കിലി പോകുന്നത്, പിന്നെ കുറച്ചിട്ടത് മന്ത്ലി ആക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്, ഫോൺ ചെയ്യുന്നത്, പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർ ആദ്യം ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ നമുക്കൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടും, എന്നിട്ട് അതിനെ കുറച്ച് അത് ഒരു നമുക്ക് നമ്മളെ കൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിലേക്ക് നമ്മൾ വരും. അപ്പൊ നമ്മളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു അൺറീസണബിൾ റിക്വസ്റ്റിനോട് പോലും നമ്മളൊരു നോ പറയുമ്പോൾ നമുക്കൊരു ഗിൽട്ട് ഉണ്ടാവും. നമുക്കറിയാം അത് അൺറീസണബിൾ ആണെന്ന്, പക്ഷെ നമുക്കൊരു ഗിൽട്ട് ഉണ്ടാവും. ഒരു സാധാരണ ഒരു മനുഷ്യൻ അങ്ങനെയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിന്ന് കുറഞ്ഞു വന്നിട്ട് അതിനെ അയാൾ കോംപ്രമൈസ് ചെയ്തു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഫീൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീല്. പിന്നെ നമ്മൾ ഭയങ്കര ലിബറൽ ആണോ, നമ്മളെല്ലാവരെയും സഹായിക്കാനിരിക്കുന്ന വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള വളരെ അങ്ങനെയുള്ളൊരു വ്യക്തി ആകുന്നത് കൊണ്ട് നമുക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഈ ഒരു ടെക്നിക്കിനെ പറ്റി ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. ആരാന്നറിയാമോ? നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി, ദിസ് യൂണിവേഴ്സിറ്റി ഐ ഹാവ് നോട്ടഡ് സംവെയർ, ലെറ്റ് മീ ജസ്റ്റ് സീ. ദ യൂണിവേഴ്സിറ്റി സാന്റാ ക്ലാര യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി 1999 നടത്തിയ ഒരു സ്റ്റഡിയാണ്. ഈ സ്റ്റഡിയിൽ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ സ്റ്റഡിയിൽ നമ്മളിങ്ങനെ പറയത്തില്ലേ, ഒരു അൺറിയലിസ്റ്റിക് ഡിമാൻഡ് അവരുടെ മുമ്പിലേക്ക് വെച്ചു. അപ്പോൾ അൺറിയലിസ്റ്റിക് ഡിമാൻഡ് അവരുടെ മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ കയ്യിലേക്ക് അവരിങ്ങനെ അൺറിയലിസ്റ്റിക് ഒരു ഇത് വെച്ചു. അവരാദ്യം റെസ്പോണ്ട് ചെയ്തില്ല. എന്നിട്ട് വേറൊരു ഗ്രൂപ്പിന്റെ കൂട്ടത്തിലും ഈ അൺറിയലിസ്റ്റിക് ഇത് വെച്ചു. അവരും അന്നേരം പറ്റില്ല എന്നുള്ളത്. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു ഗ്രൂപ്പിനോട് ചോദിച്ചു, ഈ കുറച്ചുകൂടെ കുറഞ്ഞ റിക്വസ്റ്റ് വെച്ചു. മറ്റേ ആളോട് കുറച്ച് ഡിലേ ചെയ്ത് കഴിഞ്ഞിട്ട്, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഈ കുറഞ്ഞ റിക്വസ്റ്റ് വെച്ചത്. അപ്പം ഈ ഡിലേ ചെയ്ത ആളുകളാണ് പെട്ടെന്ന് ആ റിക്വസ്റ്റിനോട് കോംപ്ലൈ ചെയ്തത്. പെട്ടെന്ന് ചോദിച്ചവരുടെ തലയിൽ അപ്പോഴും ആ ഒരു ഇതിരുന്നത് കൊണ്ട് അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തില്ല. ഇവര് നമ്മൾ നാർസിസിസ്റ്റിക് ആയിട്ടുള്ളവരൊക്കെ, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ പെർസ്വേഡ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരുന്ന ഇതുള്ളവരെ നോക്കുന്നവർ, അത് നാർസിസിസ്റ്റ് മാത്രമല്ല കേട്ടോ, ഒത്തിരി പേര് അങ്ങനെ പെർസ്വേഷൻ സ്കിൽസിൽ നമ്മൾ പല ടെക്നിക്കുകളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ നാർസിസിസ്റ്റ് ഇത് അവർ എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും ചെയ്യും, അവർക്കത് അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ അവര് ചെയ്യുന്ന കാര്യമാണ്, അവര് പെട്ടെന്ന് തന്നെ ചോദിക്കത്തില്ല. അവരവന്ന് അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ, കുറച്ച് ഗിൽട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കും. എന്നാ ചെയ്യാനാ, ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ചെയ്യാനിരുന്നതാ, എന്ത് ചെയ്യാനോ, പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇങ്ങനത്തെ ഹെൽപ്പ് കിട്ടണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറെ ഇങ്ങനെ ആക്കി നമ്മളിലേക്ക് ഗിൽട്ട് കുറേശ്ശെ ആയിട്ടുണ്ടാവും. എന്നിട്ട് ലേറ്റർ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനത് ഏകദേശമൊക്കെ ആക്കിയിട്ടുണ്ട്, ഇത്രയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് അതങ്ങനെ വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവരുടെ ഒന്നില്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ടിലേക്കോ അവരുടെ ഇതിലേക്കോ പൈസ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ ആയിരിക്കും. മോസ്റ്റ്ലി ഇത് നടക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഏരിയയിൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് ഒരു നിവേഡ യൂണിവേഴ്സിറ്റിയിൽ 2000 നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർ കാണിച്ചിരിക്കുന്നത് ഒരു ഇതുപോലുള്ള റിക്വസ്റ്റുകൾ ഈ കൂടുതൽ അൺറിയലിസ്റ്റിക് ചോദിച്ചിട്ട് പിന്നെ അതിനെ കോംപ്രമൈസ് ചോദിക്കുന്നത് റിലേറ്റീവ്സ് ഫ്രണ്ട്സും
പിന്നെ ഒട്ടും നമ്മളുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആളുകളുമായിട്ടും അവർ നടത്തി. അങ്ങനെ നടത്തി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് റിവീൽ ചെയ്തത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ റിലേഷനിലേക്ക്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് അറിയുന്നവരിലേക്കാണ് നമ്മൾ കൂടുതൽ അത് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അറിയാത്ത ആളുകൾ അങ്ങനത്തെ റിക്വസ്റ്റ് വയ്ക്കുമ്പോൾ നമ്മൾ അതിനോട് അധികം കംപ്ലൈ ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷെ നമ്മൾ അറിയുന്നവരും നമ്മളുടെ റിലേഷനിലുള്ളവരോട് നമ്മൾ കൂടുതൽ കംപ്ലൈ ചെയ്യുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒബ്ലിഗേഷൻ ഉണ്ടല്ലോ, നമ്മുടെ റിലേഷനിലാണ്, നമ്മൾക്ക് ഇത്ര ഇതായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിനോട് കോംപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഫീല് കൂടുതലായിട്ട് വരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നിങ്ങൾ ഒരു കാര്യം നോക്കുക, ഈ ഡോർ ഇൻ ദ ഫേസ് എന്ന് പറയുന്നത് നാർസിസിസ്റ്റിന്റെ ഒരു രീതിയാണ് നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ, അവർ പറയുന്ന കാര്യത്തോട് നിങ്ങൾ കോംപ്ലൈ ചെയ്യാനായിട്ട്, നിങ്ങളെ പെർസ്യൂഡ് ചെയ്ത് അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ സൂക്ഷിച്ചാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുക നിങ്ങളുടെ ലൈഫിനെ. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെ നേടിയെടുക്കാനായിട്ട് അവർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടെക്നിക്കുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരുന്നത് നിങ്ങളൊന്ന് കെയർഫുൾ ആയിരിക്കാനും നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന ഒരു അമ്മാനത്താണ് ഈ ജീവിതം. അത് ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതിന് നമ്മെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.